ഏത് തരം ഡീലാണ് നടന്നത് എന്ന് ടി എൻ പ്രതാപൻ വ്യക്തമാക്കണം എന്ന് VS സുനിൽകുമാർ മാതൃഭൂമി ന്യൂസിനോട്. 2019 അപേക്ഷിച്ച് 1 ലക്ഷം വോട്ട് UDF-ന് നഷ്ടമായി. ഈ വോട്ടുകൾ നേരെ പോയത് BJP-ക്ക്. ഇത് എങ്ങനെ പോയി എന്ന് LDF സ്ഥാനാർത്ഥി സുനിൽകുമാർ. തൃശ്ശൂരിലെ ഇടത് സ്ഥാനാർത്ഥി VS സുനിൽകുമാർ നമുക്കൊപ്പം ചേരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇത് സംബന്ധിച്ചുള്ള പരിശോധനയും മറ്റു കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ? ഇതിൻ്റെ വിശദമായ പരിശോധന ഞങ്ങൾ നടത്തിയിട്ടില്ല. ഇനിയിപ്പോൾ ഈ വോട്ട് സംബന്ധിച്ചിട്ടുള്ള അതിൻ്റെ ബൂത്ത് അടിസ്ഥാനത്തിലെ കണക്കുകളൊക്കെ ഇന്നലെ കളക്ട് ചെയ്തിട്ടുണ്ട്. അത് വെച്ച് മണ്ഡലങ്ങളടക്കം പരിശോധിച്ച് എന്താണ് ഓരോ പ്രദേശത്ത് സംഭവിച്ചത്, പ്രത്യേകിച്ച് LDF-ന് വളരെയധികം സ്വാധീനമുള്ള സ്ഥലങ്ങളിലടക്കം വോട്ടുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിപ്പോൾ അന്തിക്കാട്, താന്യം പോലുള്ള പഞ്ചായത്തുകളിലൊക്കെ തന്നെ അന്തിക്കാട്, താന്യം, ചാഴൂർ, അതിപ്പോൾ നാട്ടിക മണ്ഡലം എന്ന് പറയുന്ന മണ്ഡലം ഉൾപ്പെടുന്ന സ്ഥലത്തും പുതുക്കാട് മണ്ഡലം വളരെ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനമുള്ള സ്ഥലങ്ങളെല്ലാം ഇത് ഒരു സാധാരണ നിലയിലുള്ളൊരു ഷിഫ്റ്റ് ഉണ്ടായി എന്ന് പറയുന്നതല്ല ശരി. കാരണം BJP-ക്കാണ് വോട്ട് മാറിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 2019 ഇടതുപക്ഷ മുന്നണിക്ക് കിട്ടിയ വോട്ടിനേക്കാളും 16,000-ലധികം വോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഷിഫ്റ്റ് സംഭവിക്കുമ്പോൾ അത് LDF UDF എന്ന നിലയിലേക്കുള്ള ഷിഫ്റ്റിന് പകരം മാത്രമല്ല, അവർക്ക് പരമ്പരാഗതമായിട്ട് വോട്ട് കിട്ടുകയോ വോട്ടുള്ള സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ. അതിപ്പോൾ 2014 അവർ പരാജയപ്പെടുമ്പോഴും അവർക്ക് നല്ല വോട്ട് അവർക്കുണ്ട്. 2019 അവർക്ക് കിട്ടിയ വോട്ടിനേക്കാളും 1 ലക്ഷത്തിലധികം വോട്ടുകളുടെ കുറവ് സംഭവിച്ചിരിക്കുകയാണ്. അത് ഇടതുപക്ഷത്തിന് കിട്ടേണ്ട വോട്ടുകൾ പോലും BJP-യിലേക്ക് പോയിട്ടുണ്ട്. ഇടതുപക്ഷത്തിന് കിട്ടേണ്ട വോട്ടുകളടക്കം BJP-യിലേക്ക് പോയിട്ടുണ്ടാവണമല്ലോ. അതുകൊണ്ടാണല്ലോ ഇത് സംഭവിച്ചിട്ടുള്ളത്. ഇടതുപക്ഷ വോട്ടുകൾ പോയി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇടതുപക്ഷ മേഖലകളിൽ വോട്ട് നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയല്ല നമുക്ക് വിലയിരുത്താൻ പറ്റുക. BJP-ക്ക് ഇത്രയും അധികം വോട്ടുകൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് എങ്ങനെ പോയി എന്നുള്ളതാണ്. ഇവിടെ കോൺഗ്രസ് പറഞ്ഞിരുന്ന കാര്യം, പിന്നെ TN പ്രതാപൻ പറഞ്ഞത് UDF-ഉം BJP-യും തമ്മിലാണ് മത്സരം എന്നുള്ളതാണ്. അങ്ങനെ ഒരു മത്സരം ഉണ്ട് എന്ന പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ മുന്നണി BJP-യുമായി ഡീല് നടത്തുന്നു എന്നുള്ള പ്രചരണവും നടത്തിയത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ്. എന്നിട്ട് കോൺഗ്രസിന് 1.5 ലക്ഷത്തിലധികം വോട്ട് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവിടെ ഏത് തരത്തിലുള്ള ഡീലാണ് നടന്നതെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. മറ്റൊന്ന്, ഈ കരുവന്നൂർ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അത് വലിയ ചർച്ചയായിരുന്നു. അവരുടെ യാത്രയടക്കമുള്ള കാര്യങ്ങൾ സുരേഷ് ഗോപി തന്നെ വന്ന് നടത്തുന്നു. അത് ഈ വലിയ തോതിൽ തന്നെ ഉയർന്നു വന്നൊരു വിഷയമാണ്. അത് തൃശ്ശൂരിൽ നന്നായി ചർച്ച ചെയ്യപ്പെട്ടു എന്നല്ല ഇരിങ്ങാലക്കുട അടക്കം. ഇടതുപക്ഷ മുന്നണിക്ക് പൊതുവെ എല്ലാ മണ്ഡലത്തിലും സംഭവിച്ചിട്ടുള്ള തിരിച്ചടിയുടെ ഭാഗമായിട്ടുള്ള തിരിച്ചടി തന്നെ ഇവിടെ ഉണ്ടായത്. ഇടതുപക്ഷം 2ാം സ്ഥാനത്തേക്ക് വന്നു എന്നുള്ളത് മുമ്പ് ഞങ്ങൾ 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. 2016 ഞങ്ങൾ 2ാം സ്ഥാനത്തായിരുന്നു. 2019 2ാം സ്ഥാനത്തായിരുന്നു. 2014 ഞങ്ങൾ ജയിച്ചു. അതിന് മുമ്പ് ഞങ്ങൾ 2ാം സ്ഥാനത്തായിരുന്നു. ഞങ്ങൾ തോൽക്കുമ്പോഴും ഞങ്ങൾ 2ാം സ്ഥാനത്ത് നിൽക്കാറുണ്ട്. പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ചെളിവാരി എറിഞ്ഞ് കാര്യങ്ങളെ മലീമസമാക്കുന്നതിന് പകരം യാഥാർത്ഥ്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിലൊരു വിലയിരുത്തൽ ഇവിടെ അനിവാര്യമാണ്. പൂരം അന്നുണ്ടായ ആ ഒരു സംഭവം അടക്കം ഇതിൽ ചർച്ച ഇതായിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നത് ഇതെല്ലാം നേട്ടം ഉണ്ടാകേണ്ട, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ട്രെൻഡ് തൃശ്ശൂരിൽ മാത്രമുള്ള കാര്യമില്ലല്ലോ. തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രമായിട്ടുള്ളൊരു ട്രെൻഡും അല്ലെങ്കിൽ പ്രത്യേക വിഷയം, ഇപ്പോൾ കരുവന്നൂർ പ്രശ്നമാണെങ്കിൽ ഇത് കേരളത്തിലെമ്പാടുണ്ടായിട്ടുള്ള ED പ്രശ്നങ്ങളൊക്കെ ഇവിടെയൊക്കെ എല്ലാ സ്ഥലത്തുണ്ടല്ലോ. 16,000-ലധികം വോട്ടുകൾ ഞങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളൊരു വസ്തുത ഒന്ന്. കേരളം മുഴുവൻ കോൺഗ്രസിന് അനുകൂലമായൊരു തരംഗം ആഞ്ഞടിച്ചിരിക്കുന്നു. 2, K മുരളീധരനെ പോലെയുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് UDF-ൻ്റെ കാൻഡിഡേറ്റായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ മറ്റൊരു സ്ഥലത്തും കാണാത്ത വിധത്തിൽ കോൺഗ്രസിന് ലഭിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ലഭിച്ചതിൽ 1 ലക്ഷത്തിലധികം വോട്ടുകൾ നേരെ BJP-യിലേക്ക് എങ്ങനെ പോയി എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ട കാര്യം. തോൽവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചത്. അത് വിശദമായി തന്നെ പഠിക്കുകയും ചെയ്യും എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം S. ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.